വിനീത് ശ്രീനിവാസൻ തന്റെ പതിവ് ശൈലിയിൽ നിന്ന് മാറിയ ഒരു ത്രില്ലർ ജോണറിൽ ഒരുക്കിയ ചിത്രമാണ് കരം. തിരക്ക് ശേഷം വിനീത് ഒരുക്കുന്ന ത്രില്ലർ എന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചാനുഭവം നൽകുന്നതിൽ പരാജയപ്പെടുകയാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് കരം. വിനീത് തികച്ചും വ്യത്യസ്തമായ ഒരു കഥ പറയൽ രീതിയാണ് സിനിമയ്ക്ക് തിരഞ്ഞെടുത്തത്. വലിയ ബജറ്റിൽ ഒരുക്കിയ ചിത്രം ജോർജിയ, റഷ്യയുടെയും അസർബൈജാന്റെയും അതിർത്തികൾ എന്നിവിടങ്ങളിലാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. നിരവധി അന്താരാഷ്ട്ര അഭിനേതാക്കൾക്കൊപ്പം ഓഡ്രി മറിയം, ജോൺ കൈപ്പള്ളി, വിഷ്ണു ജെ വാര്യർ, ജോണി ആന്റണി, വിനീത് ചാക്യാർ, മനോജ് കെ ജയൻ, രേഷ്മ സെബാസ്റ്റ്യൻ, കലാഭവൻ ഷാജോൺ എന്നിവർ ഈ ആക്ഷൻ ഡ്രാമയിൽ പ്രധാന വേഷങ്ങളിലെത്തിയത്. ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം വിനീത് ശ്രീനിവാസനും വിശാഖ് സുബ്രഹ്മണ്യവും ചേർന്ന് നിർമ്മിച്ച ചിത്രമാണിത്. ചിത്രം സെപ്റ്റംബർ 25-ന് തിയേറ്ററുകളിൽ എത്തിയത്. പക്ഷേ ചിത്രത്തിന് പ്രതീക്ഷിച്ച സ്വീകാര്യത ലഭിച്ചിട്ടില്ല. ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചാനുഭവം നൽകുന്നതിൽ നിന്ന് ചിത്രം പരാജയപ്പെടുകയാണ് ചെയ്തത്. ശരാശരി ആക്ഷൻ ക്രൈം ത്രില്ലർ എന്നാണ് ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായി പലരും പറയുന്നത് ദുർബലവും ഡെപ്തില്ലാത്തതുമായ തിരക്കഥയാണ്. ആകാംക്ഷ നിലനിർത്താൻ ചിത്രം പരാജയപ്പെടുന്നുണ്ടെന്നും അഭിപ്രായമുണ്ട്. പക്ഷേ ചിത്രത്തിന്റെ സാങ്കേതിക വശങ്ങൾക്ക് മികച്ച പ്രേക്ഷക പ്രശംസയാണ് ലഭിക്കുന്നത്. ഷാൻ റഹ്മാന്റെ സംഗീതത്തിന് മികച്ച അഭിപ്രായമില്ല. ചിത്രത്തിന് ആദ്യ ദിവസം ലോകമെമ്പാടുമായി 37 ലക്ഷം രൂപ മാത്രമേ ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.